സ്റ്റോക്ക് MACD RSI ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ സത്യത്തിൽ ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. എനിവേ അപ്പൊ ഇന്നലെ സഫാൻ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഇത്രയും ഈ ടൂള് കൊണ്ട് എല്ലാം നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല സംഗതിയാണ്. നമ്മൾക്ക് വേറെ കുറെ സംഗതി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ന് ഈ ടൂളില് നിങ്ങൾ എന്തെങ്കിലും ബൈയിങ് റെക്കമെൻഡ് ചെയ്തിരുന്നോ? അത് ബൈയിങ് കിടക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഇത് ഇന്നലെ നമുക്ക് ഓൾറെഡി വന്ന ഒരു സ്ട്രോങ് എൻട്രി ആണ്. ഇത് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ തന്നെ ഇത് ഓൾറെഡി ഒരു TP1 ആ ലെവലിലാണ് ഇത് ക്ലോസ് ആയിട്ടുള്ളത്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ്. അപ്പം ബാക്കി അവിടുന്ന് ആ കംപ്ലീഷൻ ഉണ്ട്. അത്ര മാർക്കറ്റ് ക്ലോസ് ആയത് മുതൽ ബാക്കി കംപ്ലീഷൻ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതോടുകൂടി ആ കംപ്ലീഷൻ ഫില്ലായി. നിങ്ങൾ 1 മിനിറ്റ്, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ എൻട്രി ഉണ്ടല്ലോ, നിങ്ങൾ നോക്കി വെച്ചെന്ന് പറഞ്ഞ എൻട്രി, അത് ഓൾറെഡി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഏരോ കണ്ട, പക്ഷെ അവിടത്തേക്ക് ഈ ബ്ലൂ ഏരോ കൊണ്ട, അതാണ് നിങ്ങൾ ഈ പറഞ്ഞ, അതായത് ഏകദേശം 10-20 ഉള്ളിലാണ്. പക്ഷെ അവിടത്തേക്ക് നമ്മള് ടൂള്, അതായത് അവിടത്തേക്ക് നമ്മൾ ടൂള് ഇതുവരെ എന്നാക്കിയിട്ടില്ല, മാറിയിട്ട് ആ ഒരു എൻട്രി എന്നാക്കിയിട്ടില്ല. അത് ഓൾറെഡി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു എൻട്രി. അതായത് TP4 ആ ഒരു എൻട്രി വന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് ബാക്ക് എൻഡിൽ നമ്മളൊരു സിസ്റ്റം എന്നാക്കിയിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഹ്യൂമൻ, അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി നമുക്ക് ടൂളാക്കി ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു R1 ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജിയാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഈ ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രേഡ് ഇവിടെ നിന്ന്, അതായത് ആ TP കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് നമ്മളൊന്നാവൂല, പ്ലേസ് ആയി വരൂല. അതായത് നമുക്ക് ആ ഒരു ടൈം പീരീഡ്, അതായത് ഹ്യൂമൻ ബാക്ക് എൻഡിൽ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ ആ ടൈം പീരീഡ് ആണ് ഇപ്പൊ ഇവിടെ എടുക്കാണ്ടെന്ന്. ഇപ്പൊ കറണ്ട് മാർക്കറ്റ് നോക്കിയാൽ ഇപ്പൊ ഇവിടുന്ന് ഇതൊരു സപ്പോർട്ട്. ഞാൻ ചോദിക്കുന്ന കാര്യം, എവിടെ വെച്ചിട്ടാണ് ഈ സജഷൻ വന്നിട്ടുണ്ട്? സജഷൻ എവിടെയെങ്കിലും വന്നിട്ട് ഈ ബ്ലൂ ടിക്ക് ആണോ വന്നിരിക്കുന്നത്? യെസ്, ഈ ബ്ലൂ ടിക്ക് ആണ്. അപ്പൊ അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലേ? പക്ഷെ അപ്പൊ ഒരു എക്സിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പുട്ട് ഓപ്ഷൻ ആണ് നമുക്ക് എടുക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇതിപ്പോ കാൾ ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പുട്ട് ഓപ്ഷൻ എടുക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് 23,800 അല്ല 23,800 റെസിസ്റ്റൻസ് കാണുന്നത്. പക്ഷെ ഇന്ന് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് രണ്ട് ഇത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്നായി, ഇത് കംപ്ലീറ്റ് ആയി, ടാർഗറ്റ് 4 കംപ്ലീറ്റ് ആയാലും ഈ പമ്പിങ് നടന്നാരോ ഇവിടുന്ന് അതായത് ഒരു ബിയറിഷിലേക്ക് ഡൗൺ ട്രെൻഡിലേക്ക്, ഈ ബ്ലാക്ക് ആണ് ഡൗൺ ട്രെൻഡ് ഉള്ളത്, ഇവിടെ ഡിക്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ്, അത് കഴിഞ്ഞ പാടന്നെ ഇവിടെ നിന്നായി അടുത്ത ഡിക്റ്റേറ്റും വന്നു, അതായത് ബൈ ട്രെൻഡ്, അതായത് ബുള്ളിലേക്കും. അപ്പോൾ ഇവിടെ രണ്ട് സാധനം കോമൺ ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് എന്താണ്, കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ബൈ ഓർ സെൽ. അപ്പൊ അതിന്റെ ബാക്ക് എൻഡിൽ, അതായത് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക്, അതായത് നമ്മൾ ഇതിൽ പഠിപ്പിച്ചു കൊടുത്ത സിസ്റ്റം ഉണ്ട്, നമുക്ക് ഇവിടെ തന്നെ കണ്ടാൽ തിരിയും. അതായത് നമുക്ക് ഇവിടെ എൻട്രി വന്നത് ഇവിടെയാണ്, പക്ഷെ നമുക്ക് അതിന്റെ, അതായത് ഇവിടെ നിന്ന് അതിന്റെ കാര്യങ്ങൾ വന്നു. ഈ ബൈ കണ്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളേ, ഈ ബൈ ആണ് ഇതിന്റെ എൻട്രി വന്നത് സ്റ്റാർട്ടിങ്. പക്ഷെ എൻട്രി വന്നത് നമുക്ക് എവിടെയാണ്, അതായത് ബൈ ഏകദേശം വന്നത് 439 ബൈ സിഗ്നൽ കണ്ടത്. പക്ഷെ എൻട്രി വന്നത് എവിടെയാണ്, 521 അതായത് 524. അതായത് ഒരു ബ്രേക്കിംഗ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. യെസ്, അതായത് നമുക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ, ഒരു ഫേസ് 1 വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്നാക്കും, വീണ്ടും വാച്ച് ചെയ്യാൻ തുടങ്ങും. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഈ ന്യൂസ് എഫക്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ വരാനുണ്ടോ, പരമാവധി ന്യൂസ് എഫക്റ്റും കാര്യം ടൈമിൽ ട്രേഡ് എന്നാവൂല, പോസിബിളായി വരില്ല. മാനിപ്പുലേഷൻ ഏരിയയിലൊന്നും ട്രേഡ് എന്നാവൂല, ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരൂല, ഒരു എൻട്രിയും ഉണ്ടാവൂല. അതായത് അത് നമ്മൾ അതിന് കുറച്ച് സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്പം അത് ബ്രേക്ക് ചെയ്തിട്ട് അത് എന്താവൂല, അത് പണിയെടുക്കൂല. അപ്പം ഈ കുറച്ച്, അതായത് മാനിപ്പുലേഷൻ എവിടേക്കാണ് ഈ കോർപ്പറേറ്റുകളും ഈ മാനിപ്പുലേഷനും, അതായത് വലിയ വലിയ ടീം വന്ന് ഈ ഹൈജാക്ക് ചെയ്യുന്ന ഏരിയകളൊന്നും ഒന്നാവൂല, ട്രേഡ് നമുക്ക് പ്ലേസ് ആവൂല. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഇതിലിപ്പോ നിങ്ങളിപ്പോ ഇന്നലത്തെ കാര്യം പറഞ്ഞു, ഇന്നിപ്പോ ട്രേഡ് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തു എന്ന് വിചാരിക്കുക, എവിടെയാണ് അത് സെല്ല് ചെയ്യാന്നുള്ളത് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റും ഉണ്ട്, അതായത് 73, അതായത് 800 റെസിസ്റ്റൻസ് കിടക്കുന്നത്.
റെസിസ്റ്റൻസ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. 2-3 തവണ 3 തവണ ബ്രേക്ക് ചെയ്തു. ഇതിപ്പോ അപ്പൊ ഞാൻ പ്രസന്റ്ലി ഇന്നത്തെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ചോദിക്കുമ്പോ, നിങ്ങൾ ഇപ്പൊ രാവിലെ ട്രേഡ് എടുക്കേണ്ട പോയിന്റ് നിങ്ങൾ പറഞ്ഞു, ഇന്നലെ ട്രേഡ് എടുത്ത പോയിന്റ് പറഞ്ഞു, ഇന്നിപ്പോ ട്രേഡ് എടുക്കേണ്ട പോയിന്റ് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ട്രേഡ് എടുക്കേണ്ട പോയിന്റ് ഇതിൽ ശരിക്കും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നത്തെ ട്രേഡ് എടുക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവലോട് കൂടിയാണ് ഈ TP4 കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇന്ന് മോർണിംഗ് ഓപ്പണിങ്ങിലാണ്. ഇന്നത്തെ ഇനി നെക്സ്റ്റ് ട്രേഡ് വരണമെങ്കിൽ ഇനി എന്നാവണം, ഇവിടെ നിന്ന്, അതായത് ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു ഡിക്റ്ററ്റും വന്നിട്ടുണ്ട്, ആദ്യം ഒരു സെല്ല് വന്നു, ഒരു ബൈ വന്നു, ഇവിടെ ഒന്നും കൂടി സ്ട്രോങ് കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, അതിലൊരു കാര്യം ചോദിക്കണേ, ഇൻട്രാഡേക്കാർക്കുള്ള ഒരു ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് ഇൻട്രാഡേ ആണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ട്രേഡ് എടുക്കണം എനിക്കെന്ന് വിചാരിക്കാം, അതിന് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഇന്നത്തെ മാർക്കറ്റില് എന്താണ് ഇന്ന് വാങ്ങിയിട്ട് നാളെ വിൽക്കാമെന്നൊന്നും വിചാരിച്ചു ഇരുന്നാൽ ചിലപ്പോൾ പണി പാടും. കാരണം എന്താ വെച്ചാൽ ട്രംപ് അവിടെ നിന്ന് 2 തെറി വിളിക്കും, മറ്റാള് ഖമേനി 2 ഓക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേജർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, അതായത് ഇൻട്രാഡേയിൽ എപ്പോഴും, അതായത് എന്ന് പറഞ്ഞാല് മോർണിംഗിൽ, അതായത് ഇതിപ്പം നമ്മളിപ്പോ ഇന്ന് ക്ലോസ് ആവുന്ന സമയം തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഇന്നലെ ഈവനിങ് ക്ലോസ് ആവുമ്പോൾ തന്നെ അത് ഓൾറെഡി ഈ ഡാറ്റ ബോക്സ് ഓൾറെഡി എന്താണ്, അത് ബുള്ളിഷിലേക്ക് തന്നെയാണ്. നമുക്ക് കൺഫർമേഷൻ കിട്ടും എങ്ങോട്ടേക്കാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ആയാൽ ഇത് പമ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. റീസൺലി പമ്പിങ്, അതിനുശേഷം മാത്രമേ ഇത് ഇറങ്ങൂ. അപ്പോൾ നമുക്ക് ആ തലേന്ന് തന്നെ ഇതിന്റെ കൺഫർമേഷൻ കിട്ടും. അവിടെ ആ തലേന്ന് ക്ലോസിംഗ് തന്നെ അവിടെ എന്നാക്കാൻ പറ്റും. അല്ല, അത് മുഴുവൻ നമുക്ക് പറയാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പല ഇൻസിഡൻസും ഉണ്ടാവുന്നത് നേരെ റിവേഴ്സ് ആണ്. കാരണം കൊറോണ വന്നപ്പോ ഒരൊറ്റ സുപ്രഭാതത്തിലാണ് രാവിലെ ലോക്ക്ഡൌൺ ചെയ്യുന്നത്. മനസ്സിലായി. അതായത് ഇതില് എൻ്റെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന, അതായത് പഠിപ്പിച്ചു കൊടുക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഡെയിലി നിങ്ങൾ ട്രേഡ് എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. അതായത് നിങ്ങൾ ഇരിക്കുന്ന സമയം നിങ്ങൾ ഡെയിലി ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പം എനിക്കുള്ളൊരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മോർണിംഗ് 10 o'clock ഞാൻ ഉണ്ടാവും മാർക്കറ്റിൽ, അതേപോലെ തന്നെ നൈറ്റ് 8:30 ഞാൻ മാർക്കറ്റിൽ ഉണ്ടാവും. ഈ 2 ടൈമാണ്. ഈ 2 ടൈമിൽ എനിക്കിപ്പോൾ ഇൻട്രാഡേയിൽ എനിക്കിപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്ന നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ എനിക്ക് ഇന്നൊരിത് വന്നിട്ടില്ല, അതായത് ഓൾറെഡി ഇത് കംപ്ലീറ്റ് ആയതാണ്. ഇപ്പോൾ നെക്സ്റ്റ് ആ സമയത്ത് ഒരു എൻട്രി കാണുന്നില്ല, അപ്പോൾ വെയിറ്റ് ചെയ്യുക. അതായത് ഒരു ഫ്യൂ ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്, ബിയറിഷിലേക്കില്ല കറണ്ട് മാർക്കറ്റിൽ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യുക, ഒരു ഫ്യൂ മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഓൾറെഡി ഇനി ബിയറിഷിലേക്ക് എൻട്രി ആണോ അല്ലെങ്കിൽ ബുള്ളിഷിലേക്ക് തന്നെ, അതായത് മേലിലേക്ക് തന്നെയാണ് പമ്പിങ് ആണെങ്കിൽ, ഈ ഒരു വാല്യൂ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു വാല്യൂ മാറിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പൊ അതിന് എന്നേരം അതിനൊന്നാക്ക റെസ്പോണ്ട് ചെയ്യും. അതായത് നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ വന്ന ക്യാൻഡിൽ. ഇത് ബുള്ളിഷിലേക്ക്, ഇത് മാർക്കറ്റ് ഓൾറെഡി ഉള്ള ക്യാൻഡിൽ തന്നെയാണ്, ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. അതെ അതെ, ആൾറെഡി ഇല്ലാന്ന് വെച്ചാൽ കളർ മാറിയല്ലോ, ബ്ലൂ അല്ലേ? അല്ലല്ല, ഗ്രീൻ ആണ്. അതാ ഇവിടെ കാണുമ്പോ ബ്ലൂ ആണ്. അല്ല, ഗ്രീൻ ക്യാൻഡിലാണ്. ഏത് ലാസ്റ്റ് ഉള്ള ക്യാൻഡിൽ ബ്ലൂ ആണല്ലോ. ഇപ്പം വന്ന ക്യാൻഡിലാണോ? ആ, ഗ്രീൻ ആണല്ലോ കാണുന്നത്. ഇപ്പൊ കാണുന്നുണ്ടോ അത് ക്യാൻഡിൽ? ചെറുതായിട്ട് ബ്ലൂയിഷ് ക്യാൻഡിൽ ഉണ്ട്. അത് നിങ്ങളെ സെറ്റ് ചെയ്തേക്ക്. എൻ്റെ അത് ഗ്രീൻ ആണ് ഉള്ളത് ക്യാൻഡിൽ. നിങ്ങൾ സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്യുക. ഗ്രീൻ ആണ് ക്യാൻഡിൽ ഉള്ളത്. അതായത് അതിന് തൊട്ട് മുന്നേ വന്ന, അതായത് നമുക്ക് ഇവിടെ തിരിയും, അതായത് അതിന് തൊട്ട് മുന്നേ വന്ന ഗ്രീൻ ക്യാൻഡിൽസിനൊക്കെ ഒരു റെഡിന്റെ ഒരു പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് അതിന് തൊട്ട് മുന്നേ വന്ന ക്യാൻഡിൽസ് ഒക്കെ നോക്കി. അപ്പോൾ ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി റിവേഴ്സിലേക്ക് എന്നുള്ള സിസ്റ്റം, അത് ബാക്ക് എൻഡിൽ കാര്യങ്ങൾ എന്താണ്, വാച്ചിങ്ങിലാണ്. നെക്സ്റ്റ് അത് റിവേഴ്സ്, അതായത് നമുക്കൊരു ബിയറിഷ് എൻട്രി കിട്ടണമെങ്കിൽ, അതായത് അത് അവിടെ നിന്ന് അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടാതെ, ബാക്ക് എൻഡ് കൺഫർമേഷൻ കാര്യങ്ങൾ കിട്ടാതെ ഓട്ടോമാറ്റിക്കായിട്ട് എന്നാവും ഈ ഇവിടെ കാണിച്ച ഈ എൻട്രി വാല്യൂ നമുക്ക് നേരെ റിവേഴ്സിൽ അത് സെറ്റ് ചെയ്ത് തരും, ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടി, അതായത് എപ്പോഴും എല്ലാ ദിവസവും ട്രേഡ് എടുക്കുക കോൺസെപ്റ്റിലല്ല. അതായത് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സമയം നിങ്ങൾക്കൊരു ടൈമിംഗ് ഉണ്ടാവും. ആ ടൈമിങ്ങിൽ നിങ്ങൾക്ക് എന്താക്കുക, സിസ്റ്റത്തിൽ നോക്കുമ്പോൾ, അതായത് ടൂള് വെച്ച് ഇംപ്ലിമെന്റ് ട്രേഡ് ഉണ്ടോ എന്ന് ആദ്യം അനലൈസ് ചെയ്യുക.
അപ്പൊ അവിടെ നിന്ന് നമുക്ക് അതായത് എല്ലാ ദിവസവും ഇതേപോലെ രാവിലെ എണീക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടല്ല മാർക്കറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഓരോ ദിവസം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ആ ടൈം എൻട്രി ഉണ്ടെങ്കിൽ അവിടെ നിന്നാക്കാം പ്ലേസ് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോൾ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ 3 മാർക്കറ്റിൽ അതായത് നാക്കലുണ്ട്. ഞാൻ മെയിനായിട്ട് ചെയ്ത് ഫോറക്സ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ എൻട്രി കാണുമ്പോൾ ഞാൻ ഫോറക്സ് ലീഗലാണെന്ന് പറയാൻ അതായത് നിലവിൽ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പം ലീഗലായിട്ടുള്ള കുറച്ച് ബ്രോക്കേഴ്സ് ഉണ്ട്. ഒരു ബ്രോക്കേഴ്സും ഇല്ല ലീഗലായിട്ട് ഫോറക്സ് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ഫോറക്സ് ട്രേഡിംഗ് RBI റൂള് പ്രകാരം നിരോധിച്ചതാ. പക്ഷെ ബിനാൻസ് അല്ല, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദുബായിലോ അല്ലെങ്കിൽ മൗറീഷ്യസിലോ പോയിട്ട് ഒരു കമ്പനി തുടങ്ങണം. എന്നിട്ട് ആ കമ്പനിയുടെ പേരിലാണ് ഇവര് ഫണ്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതപ്പോ ഇറ്റ്സ് റിസ്കി തിങ്. കാരണം അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ കമ്പനി ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഒന്നും അത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ EDയും ഫോറിൻ റെഗുലേഷൻസ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഒക്കെ ഉണ്ട്. മനസ്സിലായി. അതുകൊണ്ടൊക്കെ അത് സാധാരണ നമ്മള് ഒരു പ്രൊഫഷണൽ കമ്പനി ഒന്നും അത് റെക്കമെൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇല്ല നമ്മൾ ചെയ്യലില്ല, റെക്കമെൻഡേഷൻ ചെയ്യുന്നതല്ല. അതായത് ഇപ്പൊ നിലവിൽ നമ്മൾ സ്റ്റഡി നടത്തിയിടത്തോളം ബിനാൻസ് പോലത്തെ കമ്പനീസ് എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട്, അതായത് ഓൾറെഡി അവർ പ്ലേ സ്റ്റോറിൽ ഇവിടെ ഇന്ത്യയിലുണ്ട്, രജിസ്റ്റേർഡ് ആണത്, ഫോറിൻ കമ്പനീസ് തന്നെയാണ്. നിങ്ങൾക്ക് ഡെൽറ്റ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡെൽറ്റ ഇന്ത്യൻ കമ്പനി ഇവിടെയാണല്ലോ, ഇന്ത്യയിൽ ഇതിലുള്ളതാണല്ലോ, ഗവൺമെന്റ് ആണല്ലോ. ഫോറക്സ് ട്രേഡിംഗ് ഇല്ലീഗൽ ആണ് എന്നുള്ളതാണ്. ഫോറക്സ് ട്രേഡിംഗ് ഇത് ലീഗൽ അല്ല എന്നുള്ള സിസ്റ്റം ഇവിടെ അത് ഗവൺമെന്റ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവർക്ക് ടാക്സിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് അത് ഇവിടെ അപ്രൂവ് കൊടുക്കാത്തത്. മാത്രമല്ല, ഈ എന്താണ് ഫോറിൻ കറൻസി ഇവിടുന്ന് നഷ്ടം വന്നു കഴിഞ്ഞാൽ കണ്ടമാനം ഇവിടുന്ന് വലിഞ്ഞു പോകും. ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിതാണ്. ഇത് ക്രിപ്റ്റോ, നമുക്ക് ഇന്ത്യൻ കറൻസി വെച്ചുകൊണ്ട് ക്രിപ്റ്റോ കാര്യങ്ങൾ ട്രേഡ് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ മണി വെച്ചുകൊണ്ട് തന്നെ. നേരെ ബാങ്ക് ട്രാൻസ്ഫർ അല്ല, ഇന്ത്യൻ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇന്ത്യൻ തന്നെയാണ്. ഇപ്പൊ റീസെന്റ് ഇപ്പം ഈ ബിനാൻസ് എന്ന് പറഞ്ഞതും ഇത് ഫോറിൻ കറൻസി തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ഇതിപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഇവിടെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ബിനാൻസിന് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവൽ. അത് ടാക്സും കാര്യങ്ങളൊക്കെ ആ ഇതിലുള്ള, അതായത് ഓൾറെഡി അതിൽ ടാക്സും കാര്യങ്ങൾ കാണിക്കണം. ഇന്ത്യൻ ഗവൺമെന്റ് എന്നാക്കിയിട്ട് അപ്രൂവൽ നിലവിൽ കൊടുത്തിട്ടുണ്ട് ബിനാൻസിന്. ഈ ബിനാൻസിലൊക്കെ ഗോൾഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അല്ല, ഗോൾഡ് ചെയ്യാം, അത് MCX അല്ലേ ഡീൽ ചെയ്യുന്നത്. അല്ല, ഗോൾഡിന്റെതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഫോറക്സ് എന്ന് പറയുന്നത് കറൻസി പെയർ ആക്കിയിട്ട് കൂട്ടണ്ട. അതല്ല, ഓക്കെ കറൻസി ഇല്ല ഇതിലൊന്നും. അതായത് ഇല്ല ഞാൻ കറൻസിലല്ല. അതായത് എല്ലാവരും പൊതുവെ ഫോറക്സ് എന്ന് പറയുന്നത് അത് ഗോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഫോറക്സ് എന്നുള്ള വേർഡ് ഞാൻ കണ്ടിടത്തോളം ഉപയോഗിച്ചത്. ഞാൻ ചോദിക്കും നിങ്ങൾ ഏതിലാണ് ചെയ്യുന്നത്, ഞാൻ ഫോറക്സിലാണ്. ഫോറക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും ഏതാണ് ഗോൾഡ്. അപ്പം 95% ആൾക്കാരും ഗോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറക്സ് ബ്രോക്കേഴ്സിൽ ഇതാകുന്നത്. അതായത് കറൻസി പൊതുവെ വളരെ കുറവാണ്. ഞാൻ ഗോൾഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഗോൾഡ് ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ കറൻസി ഞാൻ ചെയ്യലില്ല. അല്ല, കറൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഗോൾഡ് ചെയ്യാം. കറൻസി നിങ്ങൾ പറഞ്ഞ പോലത്തെ പ്രശ്നമാണ്. കറൻസിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിലൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ഇത്രയും കോൺഫിഡൻസോട് കൂടി പറയുന്നത് ഇതിന്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞു തരും. കാരണം നമ്മളിപ്പോ ഒരു കമ്പനിയുടെ ഷെയർ ഇറങ്ങുകയാണെങ്കിൽ പോലും അതില് നല്ലതും പറയും ചീത്തയും പറയും. ഒരു പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ ഈ സോഫ്റ്റ്വെയറിന് അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും പലപ്പോഴും. ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിന്റെ ഇപ്പം അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പൊ നിഫ്റ്റിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു. നിഫ്റ്റിയിൽ എന്ന് പറഞ്ഞാൽ അതായത് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പൊ SL വരും. അതായത് ഇപ്പൊ SL വന്നാൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നിങ്ങൾക്ക് അതായത് ട്രേഡ്, അതായത് അത്രയും ആക്യൂറസി ആ ട്രേഡ് മാത്രമേ കാണിക്കാം. അപ്പം ട്രേഡിന്റെ എണ്ണം ചില ദിവസം 1 2 കുറയാം. അതായത് കുറെ ട്രേഡ്സ് നമുക്കൊരു ദിവസം, അതായത് നിഫ്റ്റിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത്രയും ആക്യൂറസി. അതായത് ഇപ്പൊ ഇത് 1:4 അടിച്ച ട്രേഡാണ്, അല്ല ഒരു TP4 അടിച്ചതാണ്. നമുക്ക് TP1 അടിക്കുന്ന, അതായത് ഇവരിപ്പം ഇതിന്റെ ഒരു ഇന്നത്തെ നിഫ്റ്റി മാർക്കറ്റിന്റെ ഒരു വിന്നിങ് സ്റ്റാർട്ടിംഗ് ആണ് 67% ആണ്. അതായത് നമുക്ക് ആദ്യം ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ ഞാൻ പറഞ്ഞുതരാം. ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക്
നമുക്ക് ഈ ടൂളിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് ആ സിസ്റ്റത്തിന് 50% വിന്നിങ് റേഷ്യോ അത് ട്രേഡിംഗ് ടൂളിന്റെ ഇതാണ്, റൂൾസ് ആണ്. അവർക്കൊരു റൂൾ ഉണ്ട് പുറത്തുനിന്ന്, അതായത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ലോകത്ത് ഒറ്റന്നേ ഉള്ളൂ. അപ്പം അതിലേക്ക് നമ്മളിപ്പം നമ്മളൊരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയം അതിന്റെ ബാക്ക് എൻഡ് ഇതിന്റെ ഡാറ്റ മുഴുവൻ അവർക്ക് കൊടുക്കണം. അതിന് ആ ടൂളിന് 50%, ആ സിസ്റ്റത്തിന് 50% ആക്യൂറസി ഇല്ലാത്തൊരു സാധനം അതിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റൂല, അതിനുള്ളിലേക്ക് ആക്സസ് ഇല്ല. നമ്മളിത് ഈ ടൂള് ഇത് നമ്മളിപ്പോ ഇത് ട്രേഡിംഗ് വ്യൂ ആയിട്ടുള്ള ഒരു നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് എന്നാക്കണം ഇതിന്റെ സാധനങ്ങൾ അപ്ലൈ ചെയ്ത്. ഇതിപ്പോ നമ്മൾ ചെയ്തൊരു സിസ്റ്റം ആണ്, അത് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ എന്നാക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതായത് ലോകത്തെ ഒറ്റ പ്ലാറ്റ്ഫോമാണ് ട്രേഡേഴ്സിന് വേണ്ടി, അതായത് റിയൽ ഡാറ്റ കാണിക്കുന്ന ലോകത്തിലെ ഏക പ്ലാറ്റ്ഫോം ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ട്രേഡിംഗ് വ്യൂവിൻ്റെ. ഒന്ന്, ആ സിസ്റ്റത്തിന് നമ്മൾ എന്താണ് അതായത് കുറെ സ്ഥലത്തേക്ക് ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓരോ ഏരിയ ഉണ്ട്, അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഓരോ സ്ഥലത്തും നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് ഓരോ എമൗണ്ട് ആണ്, ഓരോ സിസ്റ്റം ആണ്. അപ്പൊ അതേ സിസ്റ്റം ഇതിലും ഉണ്ട്. അതായത് നമ്മളെ പ്രൊഡക്റ്റ് എവിടെ നമ്മൾ എന്നാക്കണം പ്ലേസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ട്രേഡിംഗിന്റെ ബാക്ക് എൻഡിൽ ഡയറക്റ്റ് ആണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂസേഴ്സിന് ട്രേഡിംഗിന്റെ പ്രീമിയത്തിന്റെ ആവശ്യമില്ല. സാധാരണ ഇപ്പൊ നോർമൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ഒന്നിലധികം ഉപയോഗിച്ചാൽ അതിലെന്താണ് പ്രീമിയത്തിന്റെ ആവശ്യമുണ്ട്. ഇതിലേക്ക് അപ്പോൾ ഇത് ട്രേഡിങ്ങിന്റെ ബാക്ക് എൻഡിൽ കണക്ട് ചെയ്യുന്ന സമയം അതിന് മിനിമം 50% എന്നാവണം വിന്നിങ് റേഷ്യോ ഉണ്ടാവണം. ഓക്കെ, അത് അവരെ ഇതാണ്, നിർബന്ധമാണത്. അതില്ലാതെ അങ്ങോട്ട് എൻട്രി കിട്ടൂല. ഓക്കെ, അപ്പൊ അത് ക്ലാരിറ്റി വന്നു. അത് ആ ഒരു സിസ്റ്റം, അതായത് അത് അവിടെ 50 എന്നുള്ളത് അവിടെ അത് അതിന്റെ പോളിസിയാണ്, വിന്നിങ് റേഷ്യോ ആണെന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പം ഇന്നത്തെ ഇതിന്റെ മാർക്കറ്റ് ഇവിടെ കാണാം, അതായത് 67% ആണ്. അതായത് 67 സ്റ്റാർട്ടിങ് ഇന്ന് തുടങ്ങി അത്ര എപ്പോഴും ഉണ്ടാവുന്ന ഒരു റേഷ്യോ ഞങ്ങളുടെ ഒരു 70-75 ഉള്ളിലാണ് അക്രോസി കാണൽ. അപ്പൊ ഈ 75 അല്ലെങ്കിൽ 70 കൂട്ട 10 ട്രേഡിൽ നിന്ന് 7 അതിന്റെ കണക്ക് വരുത്ത്. അപ്പോ ഈ 7 ട്രേഡ് എന്ന് പറഞ്ഞാൽ 1:2 1:1 അടിക്കുന്നുണ്ടാവും, 1:2 വരുന്നുണ്ടാവും, 1:3 ആവും, 1:4 ആ. ഇവിടെ 1:4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് നിഫ്റ്റിയിലാകുമ്പോൾ അതായത് ട്രേഡ് കുറയും, ട്രേഡ് കുറവ് വരും. അതായത് ഇപ്പൊ ഫോറക്സിലൊക്കെ ഗോൾഡിലൊക്കെ ഒരു 4-5 ഡെയിലി, ഡിപ്പെൻസ് ഓൺ മാർക്കറ്റിന്റെ അന്നത്തെ കണ്ടീഷൻ അനുസരിച്ചാണ്. മാർക്കറ്റ് ഒരു സ്റ്റേബിൾ മൂവ്മെന്റ് ആണെങ്കിൽ, ഒരു നല്ല ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ 2-3 ട്രേഡൊക്കെ മാർക്കറ്റിൽ നമുക്ക് ഒരു ഈവനിങ് ആകുമ്പോൾ കിട്ടും, ക്ലോസ് ആകുമ്പോഴത്തേക്ക്. പിന്നെ നിങ്ങൾ അതായത് ഇതിന്റെ ലിമിറ്റേഷൻ ആണ്, അതായത് നിഫ്റ്റിക്കുള്ള ലിമിറ്റേഷൻ മാത്രമാണ്, ബാക്കിയുള്ള മാർക്കറ്റിന് ആ ലിമിറ്റേഷൻസ് ഇല്ല. നിഫ്റ്റിയുടെ ഇന്ത്യൻ മാർക്കറ്റ് ലിമിറ്റേഷൻ ആണ്, അതായത് ഈ 9:15 മുതൽ 3:30 വരെയുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള ലിമിറ്റേഷൻ അന്നത്തെ മാർക്കറ്റിൽ നടക്കുന്നത്. അതായത് ട്രേഡ് കുറയും, പക്ഷെ ആ ട്രേഡ് കുറവ് വന്നാലും ആ എടുക്കുന്ന ട്രേഡ് അത്രയും ആക്യൂറസി ആയിരിക്കും നിഫ്റ്റിയിൽ ഞാൻ ഇതുവരെ കണ്ടത്. അത് അത്രയും ആക്യുറേറ്റ് ആയിരിക്കും ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ. അതായത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോൺഫിഡൻറ്റിൽ നമുക്ക് ഇരിക്കാം. അതായത് പെട്ടെന്ന് അത് മാർക്കറ്റ് ഒന്നാവില്ല, ബാക്കിയുള്ള മാർക്കറ്റിനെ പോലെ ഫ്ലക്ച്വേഷൻ വരുന്നില്ല. നല്ല ആ ഒരു ഇതിപ്പോ ഞാൻ ഇന്നലെ രാത്രി ഇന്നിപ്പോ ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു സിഗ്നൽ വന്നിട്ടില്ല അല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. അത് ഓൾറെഡി ഇത് കംപ്ലീറ്റ് ആയി. അതായത് നമുക്കൊരു ട്രേഡ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിന്റെ ഇത് വന്നു കഴിഞ്ഞാലേ വല്ല മൊബൈൽ അലർട്ടോ ഒക്കെ കിട്ടാനുള്ള വഴിയുണ്ട് അതിൽ? ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ നമുക്ക് ചെയ്യാം. മൊബൈൽ അലേർട്ടിങ് സിസ്റ്റം ഒക്കെ വരുമ്പം അതായത് ഇതിപ്പം അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അതൊക്കെ ഫേസ് 2 വരുന്നതാണ്. അതൊക്കെ വരുന്ന സമയം അതിൽ ട്രേഡിംഗിന്റെ പ്രീമിയത്തിന്റെ ആവശ്യം യൂസേഴ്സിനും വരും. അതൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന പാർട്ടിലേക്ക് വരുന്നതാണ്. അത് ഇൻഡിവിജ്വൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രീമിയം എടുക്കണം, പ്രീമിയം എടുത്താൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അങ്ങനെയല്ല, ഇതിന്റെ ഞങ്ങളെ പ്രീമിയം അല്ല, ട്രേഡിംഗിന്റെ പ്രീമിയം എടുക്കലാണ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിലിപ്പോ നമ്മളിപ്പോ 25,000 രൂപ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാല് നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ നമുക്ക് തരും അല്ലെ? നമ്മൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും, അതിന്റെ ട്രെയിനിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരും.
എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അതായത് വെറുതെ ഒരു സോഫ്റ്റ്വെയർ തിരിച്ച് ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഏതൊരു സാധനത്തിനും ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിന് നിങ്ങൾ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഉദാഹരണത്തിന് ഞാൻ ഈ സോഫ്റ്റ്വെയർ വാങ്ങുന്നു, ഡെമോ നിങ്ങൾ സോഫ്റ്റ്വെയർ തരുന്നുണ്ടോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡിബിൾ പ്രൊഡക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ട്രേഡ് നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലാഭം കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സോഫ്റ്റ്വെയറിനെ വാങ്ങുള്ളൂ. ഓക്കെ, കാരണം വൺ ടൈം പേയ്മെന്റ് ആണ്. പിന്നെ അതിന്റെ ലാപ്ടോപ്പിൽ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആപ്പായിട്ടാണോ വരുന്നത് അതോ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മൊബൈലിൽ ഉപയോഗിക്കാം, ലാപ്ടോപ്പിൽ ഉപയോഗിക്കാം. ഓക്കെ, അതെ, അത് ഇന്റർഫേസ് ആയിട്ട് ലിങ്ക് ആയിട്ടാണോ വരുന്നത്, ആപ്പ് പോലെയാണോ വരുന്നത്? അല്ല, ആപ്പ് തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗ്യാരണ്ടി, നിങ്ങൾ ഇപ്പോൾ ചോദിച്ചതിന്റെ ഞാൻ ക്ലാരിറ്റി തന്നത്. അതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആപ്പിൽ ഒരു സാധനം, അതാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്ന ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് കോൺസെപ്റ്റ്. അതായത് ട്രേഡിംഗ്, അതായത് ഇപ്പൊ നിലവിലുള്ള ഇത്രയും ബ്രോക്കേഴ്സിന്റെ ഡാറ്റ ഉള്ള, അതായത് ബ്രോക്കേഴ്സ് ഡാറ്റ സപ്ലൈ ചെയ്യുന്ന ഏക ബ്രോക്കർ ട്രേഡിംഗ് വ്യൂ ആണ്. ഇത്രയും അധികം ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ആണ്. ഇവരാണ് ഡാറ്റ കൊടുക്കുന്നത്, ഇതിൽ കാണുന്ന ഡാറ്റ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ട്രസ്റ്റ്, അതായത് നമ്മൾ എന്തുകൊണ്ടാണ്, അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ MT5 ബാക്കിയുള്ള ബ്രോക്കേഴ്സ്, ബാക്കിയുള്ള എല്ലാ ചെറിയ ചെറിയ ബ്രോക്കേഴ്സ്, കണ്ടീഷൻ ഇല്ലാത്ത ബ്രോക്കേഴ്സിലൊക്കെ നമുക്ക് ടൂള് കൊടുക്കാൻ പറ്റും. ഇതിൽ നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്പർ 1 ഗ്യാരണ്ടി ഒന്ന് ട്രേഡിംഗ് വ്യൂവിന്റെ ഗ്യാരണ്ടി ഉണ്ട്. അതായത് ട്രേഡിംഗ് വ്യൂവിലേക്ക് നമുക്ക്, ഞാൻ അതാ പറഞ്ഞത്, വെറുതെ നമുക്ക് ഒരാളെ അങ്ങോട്ടേക്ക് പോയി നമുക്ക് തോന്നിയ സാധനം അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്നാകാം സിസ്റ്റം കൊണ്ടുവന്ന് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഏകദേശം ഒരു 3 to 5 month ഒന്നാക്കണം ഇത് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ. ഇതിന്റെ ഇപ്പൊ ഈ കാണുന്നത് സ്ട്രാറ്റജിയുടെ ഈ ഡാറ്റയും ബാക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ട്രേഡിംഗ് വ്യൂവിന്റെ കയ്യിലാണ് അതിന്റെ കംപ്ലീറ്റ് അഡ്മിൻ പാനൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ കുറച്ച് റൂൾസ് അവർക്ക് കൊടുക്കണം. ഇത് അവരൊരു സിസ്റ്റം ആണ്, അവർ ഇത്രയും കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ട്രസ്റ്റബിൾ ആയിട്ട് എടുത്ത ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ അതിൽ ഒരു ടീം, ഓക്കെ, നമ്മൾ ഒരാൾ ഒരു ഏജൻസി വന്നു, അതിലേക്ക് ഒരു ടൂൾ ഇതാക്കുന്ന ഏജൻസി വന്നു, വെറുതെ അവർ ഒരു ടൂള് കൊടുത്തുകൊണ്ട് അവിടെ നന്നാക്കാൻ പറ്റൂല, അവരെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂല. അവരെന്തായാലും നമ്മളെ നന്നാക്കാൻ നോക്കൂല, അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതാണ് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞത്. ഈ ടൂളിന്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂ ഒന്നും ഇല്ലാതെ നമുക്ക് തന്നെ ഒരു സോഫ്റ്റ്വെയർ എന്നാക്കാം ഇതിലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ തന്നെ, അതായത് ഈ നമ്മളെ കമ്പനിയുടെ പേരിലുള്ള ഒരു ഓൺ സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത് തരാൻ പറ്റും. നമുക്ക് ഇത്രയും കാര്യങ്ങളില്ല, കോംപ്ലിക്കേഷൻ ഇല്ല. അതിൽ നമുക്ക് എന്തും ചെയ്യാം. നമ്മളെ സ്വന്തം എന്ന് പറയുന്നതിൽ നമുക്ക് എന്തും ചെയ്യാം, എന്ത് മാനിപ്പുലേഷനും വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റും നിങ്ങളെ കണ്ണിലേക്ക്. പക്ഷെ ഇവിടെ അത് ചെയ്യാൻ പറ്റൂല. നമ്മളത് കൊടുത്ത് എന്താണ് ആ റിയൽ ബാക്ക് എൻഡ് കാര്യങ്ങളും അത് മാത്രമേ അവിടെ നിന്നാക്കും കാര്യങ്ങൾ നടക്കും. അതാണ് ആ ഒരു ക്വാളിറ്റിയുടെ കാര്യം നമ്മളൊന്നാക്കി. അത് ആദ്യം ആ ട്രേഡിംഗ് വ്യൂവിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതെന്ന് പറയുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് ആപ്പായിട്ട് തന്നെയാണ് ട്രേഡിംഗ് വ്യൂ വരുന്നത്. പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. അപ്പൊ നമുക്ക് വെറുതെ അവിടെ പോയി ഒരു മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ സിസ്റ്റം അവിടെ ബിൽഡ് ആക്കാൻ പറ്റൂല. അതാണ് അതിന്റെ ഒരു, അത് നോക്കിയാൽ തിരിയും അതിന്റെ ഒരു കണ്ടീഷൻ. പിന്നെ ഒരേ സിസ്റ്റം, അതായത് ടൂള്, അതായത് ഇപ്പൊ നമുക്ക് എവിടുന്ന് കോപ്പി അടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇംപ്ലിമെന്റ്, ആ സിസ്റ്റവും നടക്കൂല. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രാറ്റജി ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ. ഇങ്ങനത്തെ കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു എൻട്രി എടുക്കും വെച്ചാൽ അതിന്റെ ഒരു റീസൺ അതാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഒരു ഇത് കൊണ്ടുവന്നു, ഓക്കെ, അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചീത്തപ്പേരുണ്ടാകുന്ന ട്രേഡിംഗ് വ്യൂവിനാണ്. ആ ചീത്തപ്പേര് വരുന്ന ട്രേഡിംഗ് വ്യൂവിനാണ്. എത്രയും വലിയ സിസ്റ്റത്തിൽ ഒരു ടീം വന്നിട്ട് ഓക്കെ അതിൽ കുറെ കാര്യങ്ങൾ കൊടുക്കും, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി ആ ട്രേഡിംഗ് വ്യൂവിന് ഓട്ടോമാറ്റിക് ബാധിക്കും. അതായത് ലോകത്ത് തന്നെ ഞാനത് പറയാൻ കാരണം, ഇപ്പൊ MT5 എല്ലാവരും കേട്ടിട്ടുണ്ടാവും. MT5 ഒന്നും ഫ്രീ ആണ്, അവിടെ എന്തും ചെയ്യാം, എന്തും സംഭവിക്കാം. പക്ഷെ ഇതില് പേയ്മെന്റ് കൊടുക്കണം. അതായത് ഒരു മാസത്തേക്ക് അതിന്റെ ഒരു നല്ല അൾട്രാ പ്രീമിയത്തിന്റെ ട്രേഡിംഗ് വ്യൂവിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 30,000 ഇന്ത്യൻ മണി മന്ത്ലി. അവര് എന്തുകൊണ്ട് എത്ര ഗ്യാരണ്ടി നമുക്ക് അവർ ആ എമൗണ്ട് വാങ്ങിക്കാൻ വില്ലിങ് അതായത് എത്രയോ ആൾക്കാർ കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രീമിയം എടുത്തിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അവർ ഇത്രയും ഗ്യാരണ്ടി 30,000 മിനിമം 10,000 മന്ത്ലി തരാൻ ചെയ്താൽ മതി എന്നുള്ള കോൺഫിഡൻസ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവര്. 30,000 മന്ത്ലി പ്രീമിയം കൊടുക്കണം. ഫുൾ പ്രീമിയം കിട്ടണമെങ്കിൽ എല്ലാ ആക്സസും മെസ്സേജ് കോൺസെപ്റ്റ് കിട്ടണമെങ്കിൽ മന്ത്ലി 30,000 ആണ്.
അപ്പൊ അവർ ആ ഒരു ഡിമാൻഡ് മാർക്കറ്റിൽ വെക്കാനുള്ള റീസൺ അതും കൊണ്ടാണ്. വേറെ ഒരു അതായത് ഇതിൽ നമുക്ക് ട്രേഡ് പോലും എടുക്കാൻ പറ്റൂല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ജസ്റ്റ് വാച്ചിങ് മാത്രം. പക്ഷെ ഡാറ്റ ഇവരെ കയ്യിലാണ് ഉള്ളത്. പക്ഷെ നമ്മള് ഈ ബ്രോക്കേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കണക്ട് ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഇപ്പം സിസ്റ്റം ഉണ്ട്, ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങളെ ബ്രോക്കേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഇതിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എന്നാക്കുക, കണക്ട് ചെയ്യുക. എനിക്ക് ഇവിടെ നിന്ന് തന്നെ എന്നാക്കുക, ട്രേഡ് ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ. അപ്പം അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ചെറിയ ഒരു ആൻസർ അതാണ്. നമ്മൾ വേറെ എവിടെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയാ നിങ്ങൾ സ്വന്തം ബ്രോക്കർ, നമ്മൾ സ്വന്തം ഒരു ആപ്പ് ക്രിയേറ്റ് ആക്കുന്നു, അതിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാരണ്ടിക്ക് നമ്മൾ പല സാധനങ്ങളും ചെയ്യേണ്ടി വരും. വെച്ചാല് അവിടെ എന്താണ് അത് ആ ഒരു സാധനം കൺസേൺ ഉള്ളത് നമ്മളെ ലക്ഷ്യം നമുക്ക് ട്രേഡിംഗ് വ്യൂ എന്നുണ്ട്. അതായത് നമുക്ക് ഇത്രയും സംഭവം നിർമ്മിച്ച് നമുക്കൊരു ആപ്പ് സൃഷ്ടിക്കാൻ വലിയൊരു ടൈം വേണ്ട, ഇതൊക്കെ അവിടെ കാണിച്ചു കൊടുക്കാൻ. പക്ഷെ അതല്ല, അതായത് നമ്മളിതൊരു ചലഞ്ചിങ് ആണ്. നമ്മൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് എത്താന്നുള്ളത് നമ്മളൊരു ചലഞ്ചിങ് ആണ്. പെട്ടെന്ന് കിട്ടിയ എൻട്രി ഒന്നും അല്ല ട്രേഡിംഗ് വ്യൂയിലേക്ക്, അതൊരു ടൈം പീരീഡ് ഉണ്ട് അതിലേക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇന്നിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എനിക്കൊരു ട്രേഡിംഗ് പറഞ്ഞു തരാൻ പറ്റും? ഓക്കെ, ഇപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ ഇവിടെ നന്നായിട്ടുണ്ട്. സിഗ്നൽ 2 റെഡ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ബൈ വരാത്തതിന്റെ കാരണം. അതായത് ഇവിടെ സോഫ്റ്റ്വെയർ ഡിക്റ്റേറ്റ് ചെയ്തു തരും, അതായത് അതിലൊരു ബൈ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് ഒരു നല്ലൊരു റെഡ് കാൻഡിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നന്നായിട്ടുണ്ട് ഒരു 2 റെഡിലേക്ക് മെല്ലെ ബോക്സ് മാറുന്നുണ്ട്. ഇതൊരു 100% കൂട്ടാ. കറന്റ് മാർക്കറ്റും ബാക്കിയുള്ള മാർക്കറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മളെ വോളിയം നോക്കിയാലും മെല്ലെ നല്ലൊരു വോളിയം റെഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് മാറി എന്നാക്കും മാർക്കറ്റ് മാറി വരും. എൻട്രി അതാണ് ഞാൻ പറഞ്ഞത്. ബ്ലൂ എനിക്ക് തോന്നുന്നു നിങ്ങളെ ചാർട്ടിൽ അതിന്റെ കളർ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റാം, അതല്ല ഞാൻ ചോദിക്കണം. ഇപ്പൊ നിങ്ങളുടെ ഇതില് ബ്ലൂ വന്നാലാണോ ഞാൻ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഈ ബ്ലൂ വന്നാലല്ല, ഈ എൻട്രി നമുക്ക് ഇതേപോലത്തെ എൻട്രി, ഇത് ഞാൻ കൊടുത്ത എൻട്രി അല്ല, ഇത് സിസ്റ്റം സെറ്റ് ചെയ്ത് തരുന്ന എൻട്രി ആണ് കേട്ടോ. ഈ ലൈൻസ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജനറേറ്റ് ആയിട്ട് വരും. ഡൗണിലേക്കാണെങ്കിൽ ഡൗണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ടൈം എടുക്കും, കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി നമുക്ക് ടൂള് തന്നെ സെറ്റ് ചെയ്ത് തരും. എവിടെ എൻട്രി എടുക്കണം, എവിടെ SL വെക്കണം, എവിടെ TP വെക്കണം. അത് അതേപോലെ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങളെ ബ്രോക്കറിൽ പ്ലേസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അത് ഓക്കെ അല്ലത് ആണ്. അതിലൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ഇതിന്റെ മുന്നേ ചോദിച്ച ചോദ്യം നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. എന്താ വെച്ചാൽ സോഫ്റ്റ്വെയറിന്റെ ലോകത്തെ എല്ലാ സാധനം മനുഷ്യണ്ടാക്കിയ ഒരു നെഗറ്റീവ് ഉണ്ട്. എന്താണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വശം? അല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് അത് ഓരോ മാർക്കറ്റും ഇപ്പൊ നിഫ്റ്റിയിൽ ഞാൻ കണ്ട നെഗറ്റീവ് എന്ന് പറഞ്ഞതാണ്, അതായത് നിങ്ങൾക്ക് ട്രേഡിന്റെ എണ്ണം കുറയും. അതായത് എപ്പോഴും ഓവർ ട്രേഡിംഗ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഓപ്ഷനിലൊക്കെ ഓവർ ട്രേഡിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഫോൾട്ട് തന്നെ. കാരണം ഞാനൊക്കെ ഓവർ ട്രേഡിംഗ് ചെയ്തിട്ട് ആദ്യത്തില് അബദ്ധങ്ങൾ പറ്റുമല്ലോ, പറ്റുകയെന്ന് പറഞ്ഞാൽ മതി, എന്താണ്. ഓക്കെ, എനിവേ, അപ്പൊ ഈ അബദ്ധങ്ങൾ പറ്റുന്നത് ഓവർ ട്രേഡിലൂടെയാണ് എന്നുള്ളതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ നിങ്ങൾ റെഡ് ആക്കിയോ അത് സോഫ്റ്റ്വെയർ മാറ്റിയത്? ഗോൾഡിലേക്ക് മാറ്റി അല്ലേ? ഗോൾഡിലേക്ക് മാറിയത്. ഓക്കെ, അപ്പൊ ഏത് ഇൻഡെക്സിൽ എന്ത് സാധനത്തിനും ഇതില് സൊല്യൂഷൻ ഉണ്ട്. മീൻസ് ഷെയർ ആയാലും ശരി, ഷെയറിലുള്ള സ്റ്റോക്സിലുള്ള ഓപ്ഷൻ ആയാലും ശരി, എല്ലാത്തിലും ഉണ്ട് അല്ലേ? നിങ്ങളിപ്പം പറഞ്ഞ നെഗറ്റിവിറ്റി, ഇതിന് നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഒന്ന് നിങ്ങൾക്ക് കുറെ ട്രേഡ്സും കാര്യങ്ങളൊന്നും കിട്ടൂല. അതായത് കുറെ ആൾക്കാർക്ക് ഉണ്ട്, കുറെ ട്രേഡ് വേണം. അതില്ല. അതായത് ഞാൻ കണ്ട, അതായത് പല ആൾക്കാരും പല ആൾക്കാരും എന്നോട് നെഗറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതാണ്. അതായത് അതിൽ നമുക്ക് കുറെ ട്രേഡ്സ് കിട്ടുന്നില്ല, കുറെ എൻട്രീസ് ഇല്ല, എപ്പോഴും വന്നാലും. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മാർക്കറ്റിൽ, അതായത് കുറെ ട്രേഡ് എപ്പോഴും ഡെയിലി ട്രേഡ് എടുക്കുന്നുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഒരു ട്രേഡറിന് ഉണ്ടായിക്കൂടാ. നിങ്ങളെ സിസ്റ്റത്തിലേക്കും നിങ്ങളെ കാര്യത്തിലേക്കും ട്രേഡ് വരുമ്പോൾ അതായത് സിസ്റ്റം നിങ്ങളെ അണ്ടറിലേക്ക് വരുമ്പോൾ ട്രേഡ് എടുക്കുക. അതല്ലാതെ സിസ്റ്റത്തിന്റെ അണ്ടറിൽ പോയിട്ട് ഒരിക്കലും ട്രേഡ് എടുത്തോളൂ. അതായത് ഞാൻ കണ്ടെടുത്തോളാം, അതാണ് ഞാൻ കണ്ട നെഗറ്റിവിറ്റി. ഞാൻ കണ്ട അടുത്തൊരു പോസിറ്റിവിറ്റി കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇപ്പൊ ഇവിടെ ഗോൾഡ് ഒരു ട്രേഡ് കംപ്ലീറ്റ്, അല്ലെങ്കിൽ നിഫ്റ്റി തന്നെ കൂട്ടാം.
നിഫ്റ്റിയിൽ ഇപ്പൊ ഒരു ഗോൾഡ് ട്രേഡ് ഒന്നായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൂട്ടാം. അപ്പൊ എങ്ങനെയാണ് അല്ല ഇതിന്റെ ടാർഗറ്റ് എങ്ങനെ മനസ്സിലാക്കുക? ഏതിന്റെ ടാർഗറ്റ് ആണ്? ഇപ്പൊ ഒരു ട്രേഡ് എടുത്തു വിചാരിക്കാം, നമ്മളിപ്പോ ഒരു ഇൻഡെക്സിൽ ഒരു ഓപ്ഷനിൽ ഒരു ട്രേഡ് എടുത്തു. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി ടാർഗറ്റ് ആണ്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ടൂൾ തന്നെ സെറ്റ് ചെയ്ത് തരും. അതാണ് ഞാൻ പറഞ്ഞത്. അതന്നെയാണ് നമ്മളെ മെയിൻ ഇനീഷ്യേറ്റീവ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന വേറെ കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചു ഗ്യാരണ്ടി ഓഫ് ദി പ്രൊഡക്റ്റ് എന്താന്നുള്ളത്. പ്രൊഡക്റ്റിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മളെ പ്രൊഡക്റ്റിന്റെ ഗ്യാരണ്ടി. അതായത് ട്രേഡിംഗ് വ്യൂ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് അവിടെ നിങ്ങളുടെ കമ്പനി ഒരു ഗ്യാരണ്ടി കൊടുക്കണ്ടാവുമല്ലോ. അപ്പൊ എക്സ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എക്സ് ഇത് ഉപയോഗിക്കുന്നു, അതിന് ഞങ്ങളെ കമ്പനി ഗ്യാരണ്ടി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ അതിലേക്കുള്ള ഈ ട്രേഡിംഗ് വ്യൂ ആണ് ഇപ്പൊ നമ്മളെ കമ്പനിയായിട്ട് ടൈപ്പ് ഇതാക്കിയിട്ടുള്ളത്. അതെ, അല്ല ഞാൻ പറയുന്നത് ട്രേഡിംഗ് വ്യൂ അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ, നിങ്ങൾ ബാക്ക് ഹാൻഡിൽ അല്ല, അത് ഞങ്ങളെ സോഫ്റ്റ്വെയർ അല്ല, അത് ട്രേഡിംഗ് വ്യൂവിന്റെ അകത്താണ് നിങ്ങളെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അതിന്റെ ക്ലാരിറ്റി തരാം. ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ നേരെ ട്രേഡിംഗ് നമ്മൾക്കിപ്പോൾ ഉള്ള ആക്സസ് നമുക്ക് അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിൻ തരാം. അതായത് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, അതാണ് ഇപ്പൊ നമുക്കുള്ള ആക്സസ്. ബാക്കി മുഴുവൻ അതിന്റെ മാസ്റ്റർ ആക്സസ് ട്രേഡിംഗ് വ്യൂ കൊടുക്കണം. ഒരാളെ റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ പോലും നമുക്ക് തരൂല. നിങ്ങൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഒരാളെ റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ പോലും നമുക്കില്ല. അതായത് ഇപ്പൊ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പുതിയ, അതായത് ഓൾറെഡി എല്ലാവർക്കും ഓൾറെഡി പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആയിരിക്കും. പുതിയൊരു ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ ക്രിയേറ്റ് ആക്കി അത് ഇവർക്ക്, അതായത് ഇവരായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്കാണ്. അത് ഇവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് എന്താവും, ആഡ് ആവും. അതിൽ ആഡ് ആയി കഴിഞ്ഞാൽ റിമൂവിങ് ഓപ്ഷൻ നമുക്കില്ല. നമ്പർ 1 നമുക്ക് നിങ്ങളെ ആഡ് ആക്കുക. അതായത് ഞാൻ നിങ്ങളിൽ നിന്ന് ക്യാഷ് വാങ്ങി നിങ്ങൾ ആഡ് ആക്കിയതിനകത്ത് അവിടുന്ന്, അതായത് അതൊക്കെ ട്രെയിനിങ് വ്യൂ വളരെ വളരെ കറക്റ്റ് ഇതായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. നമുക്ക് അതിലേക്ക് ആഡ് ആക്കുക, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ ഇതിവിടെ കാണുന്ന ഈ ഔറാൻ, അതായത് നമ്മളെ ആപ്ലിക്കേഷന്റെ ഗ്യാരണ്ടി, അതായത് ഇത് ഞങ്ങളെ കമ്പനിയാണ് ഓറാനെക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പേര് അതിന്റെ ഉള്ളിൽ ഇതൊരു മാർക്കറ്റിംഗ് ആണ് നമുക്ക്. അതായത് നമ്മളെ സ്വന്തം പേര്, നമ്മളെ കമ്പനിയുടെ പേര് ട്രേഡിംഗ് വ്യൂ നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. നമ്മളെ കമ്പനിയുടെ പേര് ട്രേഡിംഗ് വ്യൂ എന്നുള്ള സോഫ്റ്റ്വെയറിൽ ലൈവ് ആണ്. ഓറാനെക്സ് എന്ന് പറഞ്ഞ ടൂളിലാണ് നമ്മളെ കമ്പനിയുടെ പേര് ഓൾറെഡി ഉള്ളത്. നമ്മൾ അടുത്ത ലോഞ്ച് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള അടുത്ത ഇൻഡിക്കേറ്റർ ആയത് മാർക്കറ്റ് 100 എന്ന് പറഞ്ഞ പവേർഡ് ബൈ ഓറാനെക്സ്. ഇത് ഞങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടത്തി സെക്കൻഡ് ലോഞ്ചിങ്ങിൽ ഇട്ടിട്ടാണുള്ളത്. അത് ഓൾറെഡി നമ്മൾ ഓൾറെഡി ഇട്ടിട്ട് ഒരു 3 month ആയി അതിന്റെ ഇത് കൊടുത്തിട്ട്. അത് ഓൾറെഡി ഈ വീക്കെൻഡ് അത് ഫൈനലാവും. അതാണ് ഈ ഗ്രീൻ ഇത് വന്ന് നമുക്ക് ഓൾറെഡി ഫൈനലൈസേഷൻ തന്നു. അതിന്റെ സോഴ്സും കാര്യമൊക്കെ അവർക്ക് കൊടുക്കണം. ഇത് നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോ ഇത് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് അതായത് നമ്മൾ ഏതിന്റെ ഉള്ളിലാണ് അത് ഉള്ളത്, അതാണ് അതിന്റെ ഗ്യാരണ്ടി. നമുക്ക് ഇതിന്റെ മുഴുവൻ ഇതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത്രയും നമുക്ക് ഇത് കൊടുക്കണമെങ്കിൽ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് അവരുടെ കണ്ടീഷനിൽ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡാറ്റ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് എനിക്കിപ്പം ആണെങ്കിൽ നമുക്ക് ഒരു സ്വന്തം ഇത് തുടങ്ങാം, അതിൽ എങ്ങനെയും ഡാറ്റ കാണിക്കാം. ഇപ്പൊ MT5 ബ്രോക്കറിന്റെ ബാക്ക് എൻഡ് നടക്കുന്ന സാധനമൊക്കെ നമ്മളും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പുതിയ നമ്മളെ കമ്പനിയുടെ പേര് തന്നെ ഒരു ആപ്പ് തുടങ്ങുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്യാരണ്ടി നമ്മൾ തരേണ്ടി വരും. നമ്മൾ പറയുന്നത് നമ്മളാണ് ഗ്യാരണ്ടി, നമ്മളെ കമ്പനിയാണ് ഗ്യാരണ്ടി, ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇതല്ല ട്രേഡിംഗ് വ്യൂ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഗ്യാരണ്ടി, ഇതിനും വലിയ ഒരു സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ ഇല്ല മാർക്കറ്റിൽ. അപ്പൊ അതന്നെയാണ് അതിന്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, നമ്മളെ സിസ്റ്റം എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും ഞാനതാ പറഞ്ഞു, ഇത് ഡെമോ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ ഡെമോ കൊടുക്കില്ല, ലൈവ് മാർക്കറ്റിൽ ഡെമോ കൊടുക്കില്ല. ഇത് നമ്മൾ ടൂള് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡെമോ ഓപ്ഷൻ നമുക്കില്ല. ഞാനതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്ന ഒരു IP-യിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് റിമൂവിങ് ഓപ്ഷൻ ഇല്ല, അവിടെ പെർമനന്റ് ആണ്.
പിന്നെ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി നിങ്ങളെ ഐ പി മാറ്റി ഉപയോഗിക്കാനും പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു എന്തുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് നിങ്ങൾക്കും ഇവിടെ ഒരു ട്രേഡ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇവിടെ സോഫ്റ്റ്വെയർ ട്രേഡ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്, ഇവിടെ വരാൻ പോകുന്ന ഒരു ചെറിയൊരു ആപത്തിന് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റ് റിവേഴ്സൽ വന്നിട്ടുണ്ട്. ഇവിടെ മെല്ലനെ നമുക്ക് ബോക്സ് നോക്കിയാൽ ചെങ്ങനെ മാർക്കറ്റ് ബിയറിഷിലേക്ക് ഒരു എൻട്രി കയറിയിട്ടുണ്ട് മെല്ലനെ. ഇവിടെ വോളിയം നോക്കിയാലും തിരിയും. നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ കണ്ടെടുത്തോളം ഇപ്പം നോർമൽ ഒരു ട്രേഡർ ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു മാനുവലി നമ്മൾ പോസിറ്റീവ് സംസാരിച്ചു, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്കുള്ള ഒരു ട്രേഡറിനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്, ഇനി എത്ര കൊല്ലായാലും മാറാത്തൊരു ഹ്യൂമണിനുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഇവിടുന്ന് ടാർഗറ്റ് കംപ്ലീറ്റ് ആയ ഉടനെ എന്നാക്കും, അടുത്ത ഒരു എൻട്രി കൂടി എടുക്കും. അത് മോസ്റ്റ്ലി എടുക്കലും ഒരു ഡൗണിലേക്കോ അടുത്ത എൻട്രി എന്തായാലും എടുക്കും, പ്ലേസ് ചെയ്യും. ആ പ്രോഫിറ്റ് കിട്ടിയതിന്റെ ആവശ്യത്തിലാണ്. SL വന്നു കഴിഞ്ഞാലും അതിനെ റിക്കവർ ചെയ്യാനുള്ള എൻട്രീസിലേക്ക് പോവുകയും ചെയ്യും. ഈ രണ്ട് സാധനം ഒരിക്കലും ഹ്യൂമണി മാറ്റാൻ പറ്റൂല. അത് മാറ്റാൻ പറ്റും. അത് മാറ്റാൻ പറ്റുന്ന ആള് 24 മണിക്കൂറും ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഇതായിരിക്കണം കംപ്ലീറ്റ്. അപ്പം അതായത് നമ്മളിപ്പം ഒരു മാർക്കറ്റിൽ അതായത് നടക്കുന്ന 95% ആൾക്കാരും ഈ ഒരു ലോസി സിസ്റ്റത്തിൽ നടക്കുന്ന ഒരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഇവിടെ ഒരു എൻട്രി വന്നു, ഇപ്പൊ ഇവിടുത്തെ കംപ്ലീറ്റ് ആയതാണ്, ഗോൾഡ് കംപ്ലീറ്റ് ആയതാണ്, അടുത്ത എൻട്രി വന്നിട്ടില്ല. ഈ ഗോൾഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആയ ഉടനെ എന്താക്കും, നോർമൽ ഒരു ഹ്യൂമണാണ് ഇതിന്റെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോ നെക്സ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ടാവും ഈ പാസ്സായതിന്റെ പേരിൽ. അത് മോസ്റ്റ്ലി ആളെടുക്കൽ ഇത്രയും വലിയൊരു ക്രാക്ക് വന്നാൽ ഇവിടെ നിന്നാക്കും ആൾക്കാർ പഠിക്കുന്നതാണ്. ഇത്രയും വലിയൊരു ഡൗൺഫ്ലോൾ വന്നാൽ താഴെ നിന്നാക്കും വലിയ വോളിയം ഓഫ് പമ്പിങ് വരും, ഇവിടുന്ന് പമ്പ് ചെയ്യും. ഇതാണ് ആൾക്കാർ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ എടുത്തോൻ എന്താക്കി ഇവിടെ ഒരു ബൈ എടുത്തിട്ടുണ്ടാവും. 95% ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. എടുക്കൂല എന്ന് പറയേണ്ട 95% ആൾക്കാർ ഇവിടുന്ന് ഒരു ബൈ എടുത്തിട്ടുണ്ടാവും. ആ ഇവിടുന്ന് ബൈ എടുത്തതിന്റെ കുറച്ച്, അതായത് മാർക്കറ്റ് ഡിക്റ്റേറ്റ് ചെയ്ത പോയിന്റ് ആണ് ഇത് കാണിക്കുന്നത്. ഞാൻ അത്രയും കോൺഫിഡന്റിൽ പറയാൻ കാരണം ഇവിടുന്ന് കുറെ ബൈ എൻട്രീസ് വന്നിട്ടുണ്ട്. ഈ ബൈ എൻട്രീസ് വന്ന് ഈ ഇവിടെ എടുത്ത പ്രോഫിറ്റ് എന്നായി ഇവിടെ നഷ്ടം കൊണ്ടുവരികയും ചെയ്തു. ഇനി ഓട്ടോമാറ്റിക് SL പോയിന്ന് കൂട്ടാം. ഒരു SL അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യും. നമ്മൾ ടൂളിന്റെ ഞാൻ കണ്ടെടുത്തോളം നമ്മൾ ടൂൾ എടുത്തിട്ട് കുറച്ച് ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ വെറുതെ ടൂൾ എടുത്തതിനെ കൊണ്ട് നിങ്ങളെ മാർഗം അതിനൊരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് തരും. എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം, എങ്ങനെയാണ് കാര്യങ്ങൾ, സിസ്റ്റം പ്രോപ്പർ സിസ്റ്റം അതിനൊന്നാക്കി തരും, ഇംപ്ലിമെന്റ് ചെയ്തു തരും നിങ്ങൾക്ക്. അതായത് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഡിസിപ്ലിൻ മാത്രമല്ല ഒരു ബ്ലൂ പ്രിന്റ് തന്നെ അതിന് സെറ്റ് ചെയ്ത് തരും, എങ്ങനെ മാർക്കറ്റിൽ ബിഹേവ് പോകണം. അതായത് നമുക്ക് ഇതിനൊരു സിസ്റ്റം വേണം, മന്ത്ലി ഒരു സിസ്റ്റം വേണം, ഡെയിലി എങ്ങനെയാണ് സിസ്റ്റം വേണം. സിസ്റ്റം ഇല്ലാതെ കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് വെറുതെ അങ്ങോട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് 3 മന്ത് എന്താണ് നിങ്ങളൊരു ഇത് വരുന്നത്, അപ്രോച്ച് എങ്ങനെയാണ് മാർക്കറ്റിൽ, അപ്രോച്ച് ഡെയിലി എങ്ങനെയാണ്, എത്രയാണ് നിങ്ങളെ ക്യാപിറ്റൽ, അത് നിങ്ങൾ പറയണം. കറക്റ്റ് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഫോറക്സിൽ എൻ്റെ പേഴ്സിൽ ഞാൻ ഈ ആദ്യത്തെ 3 മന്തിൽ എൻ്റെ ഒരു മാർക്കറ്റ് അപ്രോച്ച് എങ്ങനെയാണ് എനിക്കറിയാം. എനിക്ക് അതിന്റെ കറക്റ്റ് സിസ്റ്റം എൻ്റെ കയ്യിലുണ്ട്. ഡെയിലി ഞാൻ എത്ര പ്രോഫിറ്റ് എടുക്കണം, എത്ര ക്യാപിറ്റൽ വെക്കണം, എത്ര പ്രോഫിറ്റ് ആ 3 മന്ത് ഞാൻ എന്താക്കണം, റൺ ചെയ്യണം, നെക്സ്റ്റ് ഫേസ് 2 എന്ത് ചെയ്യണം, അതിന്റെ കറക്റ്റ് സിസ്റ്റം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തിരിയും. അപ്പം എനിക്ക് ആ പ്രോഫിറ്റ് എപ്പോഴും സെക്യൂർ ചെയ്യാൻ പറ്റും. മാർക്കറ്റിലുള്ള പ്രശ്നം അതാണ്, ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ TP4 ഒരു 1:3 1:2 എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുന്നവരെന്നാക്കും, വെയിറ്റ് ചെയ്ത് നിൽക്കും. ഒരാള് അത് കംപ്ലീറ്റ് ആവണം. ആരും ഇതുവരെ എന്നാക്കിയിട്ടുണ്ടാവില്ല. ട്രേഡ് എടുത്ത പാട് ലോസിലേക്ക് വന്ന ആൾക്കാരില്ല, ഞാൻ കണ്ടെടുത്തോളം ഇല്ല. ട്രേഡ് എടുത്ത പാട് SL അടിക്കൂല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് SL അടി നമ്മള് പ്രോഫിറ്റ് ഇവിടെ നമ്മളിപ്പോ ഇവിടെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, TP1 TP2 എന്തിനാണ് ഈ 4 TP വെക്കാൻ പറയുന്നത്? മാർക്കറ്റ് TP1 എത്തിക്കഴിഞ്ഞാല് ആ പ്രോഫിറ്റ് ഈ TP1 എത്തലോട് കൂടി എന്നാവണം ഈ ഇവിടെ ഇല്ല SL ഓട്ടോമാറ്റിക്കലി ഇവിടത്തേക്ക് മാറും. പിന്നെ ഇവിടെ അല്ല SL, പിന്നെ TP1 മുതൽ TP2 മുതലാണ് മാർക്കറ്റ് നമ്മൾ ട്രേഡ് നടക്കുന്നത്. ആ പ്രോഫിറ്റ് സെക്യൂർ ആയി അവിടെ. പിന്നെ TP2 എത്തുന്ന സമയം SL ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് മാറും ഈ രീതി സെറ്റ് ചെയ്താല്.
പിന്നെ TP2 മുതൽ TP3 വരെയാണ് നിങ്ങളെ ട്രേഡ് നടക്കുന്നത്. ഇങ്ങനെ പ്രോഫിറ്റ് സെക്യൂർ ചെയ്ത് വേണം മാർക്കറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ എന്നാക്കാണ്ട്, ഇതൊക്കെ ഇത് വെറുതെ ടൂള് തരാന്നുള്ള സിസ്റ്റം അല്ല. ഇതിന്റെ കൂടെ നമ്മളൊരു എന്താ പറയാ, ഒരു ഡിസിപ്ലിൻ മെത്തേഡും കൂടി കറക്റ്റ് പ്രോപ്പർലി തരും. അത് നിങ്ങൾ മാറിയേ പറ്റും. ട്രേഡിൽ സക്സസ് ആവണം, ട്രേഡിൽ നമുക്ക് ഇതാവണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാറിയേ പറ്റും. അത് ഇമ്പോർട്ടൻസ് ആണത്. അത് എല്ലാ മാർക്കറ്റും അതിൻ്റെതായ കുറച്ച് ഒരു ബ്ലൂ പ്രിന്റ് അതായത് നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് ചാർട്ട് വേണം. അതായത് ആ ചാർട്ട് അനുസരിച്ച് മാത്രം മൂവ് ചെയ്യാൻ പഠിക്കാം. സിസ്റ്റം ബിൽഡ് ആക്കാന്നുള്ള ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇപ്പം അതൊക്കെ നമ്മളൊന്നാക്കുക, അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ തരും. അത് വെറുതെ നിങ്ങൾ ടൂൾ എടുക്കുക, കാര്യങ്ങൾ ഇതാക്കുക, ഇതിന്റെ പിന്നാലെ പോവാന്നുള്ളതല്ല. അതിനൊരു സിസ്റ്റം കൂടി നമ്മൾ സെറ്റ് ചെയ്ത് തരും. അത് നിങ്ങളിതനുസരിച്ചാണ്. എല്ലാവർക്കും ഒരേ സിസ്റ്റം അല്ല, ഓരോരുത്തർക്കും ഇതനുസരിച്ച് സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങളുടെ? സപ്പോർട്ടൊക്കെ ലൈഫ് ടൈം തന്നെയാണ്. സപ്പോർട്ടിനും പ്രശ്നം, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യാം. അതിലൊന്നും യാതൊരു ഇതുമില്ല. അങ്ങനെ ടൈമിങ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ്, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഇത് പഠിപ്പിച്ചു തരും. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ അതിന്റെ ഒരു ട്രെയിനിങ് തരും, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ തരും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെ തരും, നമ്മൾ ചെയ്തു തരും. അതിലൊന്നും പ്രശ്നമില്ല. ഒരു യെല്ലോ ഇൻഡിക്കേറ്റർ കാണിക്കുന്നില്ല, എന്താണ് ഈ യെല്ലോ ആണോ? ഇതാണ് എൻട്രി പ്രൈസ്, എൻട്രി വരുന്നത്. അതായത് ഇപ്പൊ പുട്ട് ഓപ്ഷൻ അവിടെ എൻട്രി ചെയ്യണമെങ്കിൽ ആ യെല്ലോയിൽ എൻട്രി ചെയ്യാം അല്ലേ? യെസ്, അതായത് ഇതാണ് ഇവിടെ കണ്ടില്ലേ എൻട്രി, ഇതാണ് SL ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്, ടാർഗറ്റ് ഇവിടെയാണ്, ഇത്രയും ടാർഗറ്റ് ആണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ നിഫ്റ്റി 23600 500 ഒന്ന് ഇടുവോ പുട്ട്? ഇതാണല്ലോ, അതെ 83. അതെ, അല്ല നിഫ്റ്റി അല്ലേ വന്നിട്ടുള്ളൂ? നിഫ്റ്റിയിലെ 23500. എന്താ അത് മെസ്സേജ് ഒന്ന്? 23500 ആണോ? അതെ. ഇതാണ് 23500. യെസ്. ഓക്കെ, അതിന് ഏതെങ്കിലും എന്താണ് ബൈയിങ് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, ബൈയിങ് റെക്കമെൻഡേഷൻ വന്നിട്ടില്ല. ഇതിലിപ്പോ ഓൾറെഡി ആ ബിയറിഷിന്റെ തന്നെയാണുള്ളത്. ഇപ്പോ നമുക്കൊരു ബിയറിഷ് റെക്കമെൻഡേഷൻ നേരത്തെ മാർക്കറ്റിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ നോക്കിയ മാർക്കറ്റ് ഏതാണ്, അതിലൊക്കെ ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയത് നിഫ്റ്റിയാണ്. നിഫ്റ്റി ബെയറിഷ് ആണ് ഇപ്പൊ. ബെയറിഷിലേക്ക് ഷൂട്ടപ്പ് വന്നിട്ടുണ്ടാവും. ഷൂട്ടപ്പ് കൂടെ വന്ന് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. ഇത് ശരിക്ക് 23500. ഇപ്പൊ നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ വാങ്ങേണ്ട സമയമാണല്ലോ, ആൾക്കാർ വാങ്ങുന്ന സമയമാണല്ലോ നിഫ്റ്റിയിൽ. ഇപ്പോ ഇതാണ് നമ്മൾ നേരത്തെ നോക്കി നിഫ്റ്റി നോക്കിയത്. ഇവിടെ നമുക്കൊരു മാർക്കറ്റ് മാറിയിട്ടുണ്ട്, പക്ഷെ ഇത് കൺഫേം ആയിട്ടില്ല. അതായത് കൺഫർമേഷൻ വെയിറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഇവിടെ എന്നായിട്ടുണ്ട് ഒരു 3 ബിയറിഷാണ്, ബാക്കിയുള്ള ബിയറിഷിനും കൂടി വെയിറ്റ്. അതായത് ഇതൊരു 100 ആയിട്ട് കണക്ക് കൂട്ടണം. അത് നമ്മൾ പഠിപ്പിച്ചു തരും. കൺഫർമേഷൻ വരുന്നത്ര നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി മാറി. അതെ, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാം കഴിഞ്ഞ എൻട്രി നമുക്ക് ഓട്ടോമാറ്റിക്കായി ഇവിടെ ഒരു നെക്സ്റ്റ് ഇത് വന്നിട്ടുണ്ട്. ഇതാണ് ഈ രീതിയിലാണ് സെറ്റ് ചെയ്ത് വരുന്നത്. അല്ല, അപ്പൊ എൻട്രി ഇപ്പൊ യെല്ലോ കാണിച്ചോടത്തിൽ നമ്മൾ എൻട്രി എടുക്കാന്നാണോ, അതോ ഈ എൻട്രി എടുക്കുന്നതിന് മുന്നേ ഇതിന്റെ ഒരു കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ,
നമുക്ക് ഇവിടെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. ഇത് കൺഫർമേഷൻ സ്റ്റഡീസ് കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് ഞാൻ ചോദിക്കുന്നത്, ഇന്നിപ്പോ ട്രേഡർക്ക് ഒരു ട്രേഡും പറഞ്ഞിട്ടില്ല അല്ലേ? ഇതിപ്പോ സ്റ്റാർട്ടിങ് ഇപ്പോഴെത്രയാണ് എനിക്കൊരു ട്രേഡിന്റെ സാധനം വന്നത്, ബാക്കിയൊക്കെ ഇന്ന് കംപ്ലീറ്റ് ആയതാണ്. ഇപ്പോഴാണ് ഒന്ന് വന്നത്. ഇൻട്രാഡേ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ? മാത്രം സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. കാരണം ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇന്ന് വാങ്ങിയിട്ട് BTST എന്നൊക്കെ പറയുമ്പോൾ ഉള്ള സംഭവം ഉണ്ടല്ലോ, ഇന്ന് വാങ്ങി നാളെ വെക്കുന്നത്. നമ്മൾ അതിൽ താല്പര്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇൻട്രാഡേ മാത്രമേ എനിക്ക് ചെയ്യേണ്ടൂ. ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേണ്ടത് സ്കാൽപ്പിംഗ് ആണ്. സ്കാൽപ്പിംഗ് തന്നെ പറയാം. യെസ്, സ്കാൽപ്പിംഗിന്റെ സ്ട്രാറ്റജിയാണ് അതിന്റെ ബാക്ക് എൻഡിൽ ഉള്ളത്. ലോങ് ടൈമിലേക്ക് നമുക്ക് ഇത് ഹോൾഡിംഗ് സ്ട്രാറ്റജി അല്ല. ഇതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിലാണ് കൊടുക്കുന്നത്. അതായത് ഏത് സ്ട്രാറ്റജി സ്കാൽപ്പിംഗ് തന്നെയാണ്. 5 മിനിറ്റ് 50 മിനിറ്റ് തന്നെയാണ് മോസ്റ്റ് ആക്യുറസി ഉള്ളത്. 5 മിനിറ്റ് തന്നെയാണ്. അല്ല, ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് BTSTക്കൊക്കെ ഒരു പേടിയുള്ള മനുഷ്യനാണ് ഞാൻ. എന്താ വെച്ച് കഴിഞ്ഞാല് എന്തുണ്ടാവുക പറയാൻ പറ്റില്ല പിറ്റേ ദിവസം. അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്കാൽപ്പിംഗിലേക്ക് പ്രൊമോഷൻ ചെയ്യുന്നത്. അതെ, സ്കാൽപ്പിംഗ് ആണ് നമുക്ക് എപ്പോഴും നല്ലത്. അതായത് ചെറിയ പ്രോഫിറ്റ് ഇതാണെങ്കിലും അതിനെ സെക്യൂർ ചെയ്ത് പോവാം. ലോങ് ടൈമിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രാറ്റജിയും സിസ്റ്റമേ വേറേതാണ്. ലോങ് ടൈമിലേക്ക് ഉള്ളത് ഡിഫറെന്റ് സ്ട്രാറ്റജിയാണ്, ഡിഫറെന്റ് മെത്തേഡാണ് അതിന്റെ ബാക്ക് എൻഡിലുള്ളത്. അതാണ് ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാനൊന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു, എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോ നിങ്ങളതിന്റെ ഇനി എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങൾ ക്ലാരിറ്റി വരാം. നമുക്ക് ഓൾറെഡി സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഓൾറെഡി അടുത്ത നെക്സ്റ്റ് ഇതിന്റെ ഇതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിലിനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും അത്യാവശ്യം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും നമ്മൾ ടീമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി, നമ്മളത് കണക്ട് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി ഇനി ഫർദർ നിങ്ങളുടെ അപ്ഡേഷൻ കാര്യങ്ങൾ നിങ്ങളുടെ ടീമിനെ, അതായത് നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്ത ടീമിനെ തന്നെ നോക്കിയാൽ മതി. അവർക്ക് അതിന്റെ അപ്ഡേഷൻ കൊടുത്താൽ മതി. രജിസ്ട്രേഷന്റെ കാര്യങ്ങളാണൊക്കെ എന്തായാലും അതിന്റെ അപ്ഡേഷൻ അവർക്ക് കൊടുക്കുക എന്താണെന്നുള്ളത്. ഓക്കെ അല്ലത്? ഓക്കെയാണ്. ഈ സോഫ്റ്റ്വെയറിൽ 24 hours അല്ല, 24 വേണ്ട ആവശ്യമില്ല. രാവിലെ ട്രേഡിംഗ് ടൈമിൽ സപ്പോർട്ട് ഉണ്ട് എന്നാണ് നിങ്ങൾ? അതുണ്ട് സപ്പോർട്ടിന് പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ച ഇൻഡിക്കേറ്ററിൽ ഇത് ബിറ്റ്കോയിൻ ആണല്ലോ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അല്ലേ? നിഫ്റ്റി ഒന്ന് എടുക്കാൻ പറ്റുമോ? അല്ലെ ബാങ്ക് നിഫ്റ്റി? ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പൊ യെല്ലോ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ബൈയിങ്ങിന്റെ ഒരു ഇതല്ലേ, സിഗ്നലല്ലേ? എൻട്രി എടുക്കാൻ വേണ്ടിട്ട് എൻട്രി പോയിന്റ് ആണ്. ഓക്കെ, അത് എത്രയിലാണ് ആ എൻട്രി പോയിന്റ് കാണിച്ചിരിക്കുന്നവര്? 23,744. പക്ഷെ അത് കൺഫേം ചെയ്തിട്ടില്ല, വെയിറ്റ് ചെയ്യണം. 23. അതെങ്ങനെ കൺഫേം ചെയ്തിട്ടില്ല മനസ്സിലാവുന്നത്? അതിന്റെ ഡാറ്റാ ബോക്സ് പഠിക്കാനുണ്ട്. നിങ്ങളെ കാര്യം ചെയ്യോ, നിഫ്റ്റി ഒന്ന് ഇടാൻ പറ്റുമോ? ഇത് അല്ല, ഇത് നിഫ്റ്റി 50 തന്നെയാണ്. കറക്റ്റ് 23,744 പറഞ്ഞിരിക്കണേ. 23,744 അല്ലേ? ജസ്റ്റ് ബ്രേക്ക് ചെയ്തപ്പോ ഇട്ടതാണത്. പക്ഷെ അതിന്റെ കൺഫർമേഷൻ ഏതാണ്ട് വന്നിരിക്കുന്നത് 780 എനിവേ, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നോക്കാം, നമ്മൾ ടീമിന് കൊടുക്കുക, അവർ എന്നാക്കും അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യും. ഓക്കെ, താങ്ക് യു.